നമ്മൾ ടി വിയിൽ റിമോട്ട് നിൽക്കുന്നു, ടി വി കാണുന്നു, ഒരു പരസ്യം വരുന്നു. ആ പരസ്യത്തിൽ ഒരു എന്തെങ്കിലും ക്രീം ഒരു നിറമില്ലാത്ത ആൾ മുഖത്ത് വെക്കുന്നു, ആൾ നിറം വെക്കുന്നു. ഒരു സോപ്പ് തേക്കുന്നു, കുളിക്കുന്നു, ആൾ ഒരു നിറമില്ലാത്ത ആൾ നിറം വെക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ അഡ്വർടൈസ്മെൻ്റ് എല്ലാ പ്രോഡക്റ്റ് എടുത്താലും ഒരു വെളുപ്പ് മയാണ്, ഒരു വെളുക്കണ ഒരു സിറ്റുവേഷൻ. അതായത് പരസ്യ ലോകത്തിനെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടി വി ചാനലിലേക്ക് ഒരു സീരിയലോ അല്ലെങ്കിൽ സിനിമയോ വാർത്ത എന്ത് വരുന്നു, വാർത്ത തന്നെ ആയിക്കോട്ടെ, വാർത്ത വന്നാൽ തന്നെ വാർത്ത പറയുന്ന ആൾക്കാർ ഇപ്പോൾ നികേഷ് കുമാറോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നികേഷ് കുമാർ, ഈ 99.9% ആൾക്കാരെയും വാർത്ത പറയുന്ന ആൾക്കാർ വെളുത്തവരായിരിക്കും. കറുത്ത ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജസ്റ്റ് നിങ്ങൾ നോക്കി, 99.9%. സീരിയൽ വരുന്ന സീരിയൽ നായകന്മാർ, സിനിമ വരുന്ന സിനിമ നായകന്മാർ, ഇവരൊക്കെ 99.9% വെളുത്ത ആൾക്കാരായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തേ കണ്ണന് ഇത്ര കറുപ്പ് നിറം നമ്മൾ പാടാറുണ്ട്. ഈ കണ്ണൻ ഒരു സീരിയലിലേക്കോ അല്ലെങ്കിൽ കണ്ണനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഐതിഹ്യമോ ഒരു പാരമ്പര്യം എന്തെങ്കിലും വരുമ്പോൾ ഈ ദൈവങ്ങളൊക്കെ വെളുത്ത ആൾക്കാരായിരിക്കും. ദൈവങ്ങളും ദേവികളും ദേവന്മാരും ഇവരൊക്കെ വെളുത്തവരും, അസുരന്മാരും അസുരികളും ഈ വില്ലൻ വേഷം കെട്ടുന്ന ആൾക്കാരൊക്കെ കറുത്ത ആൾക്കാരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്, ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പെണ്ണുണ്ട് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക്, എന്താ കുട്ടി, എന്താ പാട്, നിറമൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ എന്താ നിറം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കുട്ടി വെളുത്തിട്ടാണോ എന്നാണ്. ശരിക്കും നിറം എന്ന് പറഞ്ഞാൽ കറുപ്പും നിറമാണ്, വെളുപ്പും നിറമാണ്, സത്യമല്ലേ? പക്ഷെ നമ്മളൊരു ഇതിൽ നിറം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വെളുപ്പാണ്. നിറം കുറവെന്ന് പറയും. നിറം കുറവ് പറഞ്ഞ ആൾ കറുത്തിട്ടായിരിക്കും. നമ്മൾ പുതിയ നിറം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കാലാകാലമായിട്ട്. ഇരുനിറം, അതായത് വലിയ കറുപ്പില്ലാത്തതും വലിയ വെളുപ്പില്ലാത്ത ഒരു ഇടയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നിറഞ്ഞ ഇരുനിറം. അപ്പോൾ അത് വേറെ സംഭവം. ഇപ്പം ചില ആൾക്കാർക്ക് കണ്ട ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു ആദ്യമാണ് കുട്ടി കറുത്തിട്ടാവോ വെളുത്തിട്ടാവോ, ഏട്ടാ അത് മേടിക്ക് ഇത് മേടിക്ക് കുങ്കുമപ്പൂ മേടിക്ക്, എന്ത് കുട്ടി വെളുക്കണം, മനസ്സിലല്ലേ? അപ്പോൾ ഒരു നമ്മളൊരു ഗായികയുണ്ട്, ഒരു പ്രമുഖ ഗായികയാണ്. അവർ യൂട്യൂബ് ചാനൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നൃത്തത്തിനോടാണ് താല്പര്യം, പക്ഷെ കറുത്തതായതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ അവഗണിക്കപ്പെട്ടു. നന്നായി ചെറിയ കുട്ടിയാകുമ്പോൾ ആ ഗായിക പറയുന്നു, ഞാൻ ഗർഭിണി ആയപ്പോൾ എൻ്റെ ഭർത്താവ് വെളുത്തിട്ടാണ്, ഞാൻ കുട്ടി ജനിച്ചപ്പോൾ ഞാൻ ആണോ പെണ്ണോ എന്നല്ല ആദ്യം ചോദിച്ചിട്ട് കുട്ടി കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നാണ് ആദ്യം ചോദിച്ചത്. നമ്മൾ ഒരുപാട് ഒരു കളിയാക്കൽ നമ്മൾ കറുത്ത ആൾക്കാരെ എപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സംഭവമാണ്. നിറം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വെളുപ്പാണെന്നും നിറമില്ലായ്മ കറുപ്പാണെന്നും നമ്മളെ മനസ്സിലൊരു ധാരണ ഉണ്ട്. ഇന്ന് പരസ്യലോകം ആയിക്കോട്ടെ, സിനിമാ ലോകം ആയിക്കോട്ടെ, മോഡലിംഗ് ആയിക്കോട്ടെ, എന്ത് സംഭവമായാലും നിറത്തിന് വലിയൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ആ എന്ത് നിറത്തിന്? വെളുത്ത നിറത്തിന്. കറുപ്പിന് തരം താന്നിട്ട് തന്നെ കൊടുക്കുന്നത്. 99.9% പറഞ്ഞത് 0.1 എവിടെയെങ്കിലൊക്കെ നമുക്ക് കാണാം. സത്യമല്ലേ പറഞ്ഞത്? സത്യമാണ്. അപ്പോൾ ഈ ലോകത്ത് ആണ് ഈ സത്യഭാമ പറഞ്ഞ ആളും നിൽക്കുന്നത്, നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മളെ മൈൻഡിലൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം അവർ പച്ചയ്ക്ക് പറയാണ്, ഒരു ഉളുപ്പില്ലാതെ പറയണേ. അവരെ ഞാൻ പറഞ്ഞത് ഞാൻ തീരെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു സംഭവം വന്നത്, അവരിലേക്ക് ആ ഒരു വിഷം കുത്തി കയറ്റിയത് എല്ലാവരും ഉത്തരവാദികളാണ്. എല്ലാവരും ആർക്കും പറയാം, എല്ലാവരും ഉത്തരവാദികളാണ്. അപ്പോൾ നമ്മളെ പലപ്പോഴും അറിയാം, ഞാനിപ്പോൾ സത്യം പറച്ചിൽ കറുത്തിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ ആ ഒരു ചെറുപ്പത്തിൽ എല്ലാവരും പറയും കോംപ്ലക്സ് ആണ് കറുപ്പ്. കോംപ്ലക്സിനെക്കാട്ടും കൂടുതൽ ഈ കറുപ്പായാലും നമുക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ നമ്മളെ കളിയാക്കും. കൂടുതലായിട്ടും തമാശയെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പെങ്കിലും കളിയാക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം നമ്മളെ മനസ്സിലേക്ക് ടച്ച് ചെയ്യും. ഒരു സത്യാവസ്ഥയാണ്. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ കുട്ടിയൊക്കെ തന്നെ കറുപ്പ് ഒരു ചീത്ത സംഭവം, വെളുത്തൊരു ആൾക്കാർ വെളുത്തത് മാത്രമാണ് സൗന്ദര്യം എന്നൊരു നിലയിലേക്ക് വരുന്നുണ്ട്. അത് നമ്മളവിടെ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയ ഒരു വലിയൊരു സംഭവമാണ്. ആ ഒരു ഇതിലേക്കൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, നമ്മളെല്ലാ മനുഷ്യന്മാരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്ത് ഇനിയും സത്യഭാവന്മാരുണ്ടാവാതെ സൂക്ഷിക്കണം. അതിന് ഇങ്ങനെയുള്ളൊരു വിവേചനം ഇല്ലാണ്ടാവുക. അപ്പോൾ ഒരുപാട് സത്യഭാവന്മാരുണ്ടാവണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചിട്ടാണ്. അപ്പോൾ അവരെ വായിൽ നിന്ന് വിഷവാക്കുകൾ വരുന്നുണ്ട്. ആ വിഷവാക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ നമ്മളും കൂടി സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ കൂടി ഓർക്കുക, നമ്മൾ ഈ ലോകത്ത് കാണുന്നത്, നമ്മൾ ഈ ലോകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കൂടി നമ്മൾ ഓർക്കുക. വിപിൻ വിശ്വനാഥൻ പറയേണ്ടത് പറയും. ഗുഡ് ബൈ.